എന്നാൽ നമ്മുടെ ആ വഴി കണ്ടോ, അതാണ് മറ്റേ കാക്കാമുല്ല, അതായത് കായലിൻ്റെ ഇതിൻ്റെ അപ്പുറത്തെ കായലിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഇച്ചിരി ഒരു വെള്ളം പോലെ അതിൻ്റെ അറ്റത്ത് കാണുന്നത് അതാ കായൽ. ആ പാലം പണി നടക്കുക. അപ്പോൾ ഞങ്ങൾ കറങ്ങി വേണം വരാൻ, അല്ലെങ്കിൽ കരമന അതുവഴിയൊക്കെ വരണം. എന്തായാലും ഞാൻ കറങ്ങി വരും പാടത്തിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഈ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കാക്കാമല ജംഗ്ഷനിൽ ഇവിടെ വന്ന് കയറും. ഈ വഴി പ്ലസ് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ച്. ഇത് എൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നു, എൻ്റെ അല്ല സുനിതയുടെ. അതിൻ്റെ പുറകിൽ അങ്ങേ അറ്റം വരെ വഴി. ഇത് നമ്മുടെ ഇവിടെ ഒരു തേങ്ങ വെട്ടുന്നൊരു ചേട്ടനുണ്ട്, പുള്ളി എല്ലാം ക്ലീനാക്കും. പുള്ളിക്ക് പൈസയും കൊടുത്താൽ മതി. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. കാര്യം വല്ലപ്പോഴും വരുമ്പോൾ വല്ല പാമ്പ് കടിയും കൊണ്ട് ചാവണ്ടല്ലോ. ചത്താലും കുഴപ്പമില്ല, കിടന്നു കഴിഞ്ഞാൽ പണിയായില്ല. അപ്പോൾ ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ പുള്ളി നമ്മുടെ രാജേന്ദ്രൻ സാറ്, എന്താ മണിയമ്പിള്ളി മണി സാറോ, മണി സാറ് ഒരു കെട്ട് കെട്ടിയിരിക്കുന്നുണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് കൊണ്ടുവന്ന് ഇതും ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടാക്കി ഒരു കളിയും കളിച്ചു. അതിൻ്റെ തമാശ, ഇവിടെ എങ്ങാണ്ട് ഒരു തെങ്ങുണ്ടായിരുന്നു. പുള്ളി അതുകൂടെ ചേർത്താണ്. ആ തെങ്ങിന് വേണ്ടിയാണ് പുള്ളി ഇത്രയും ചെയ്തത്. പക്ഷേ ആ തെങ്ങ് പോയി. ദൈവം തമ്പുരാനുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ കണ്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നു. ഇത് ഐഡിയലി ഇതിന് ചേർത്താണ് പിടിക്കേണ്ടത്. അപ്പോൾ പുള്ളി എന്നോട് കുറേ ശാസ്ത്രമൊക്കെ പറഞ്ഞു. അതായത് മോനെ, ഇത് നിനക്ക് നഷ്ടമാണ്. ഇത് കെട്ടിയിരിക്കുന്നത് നിനക്കൊരു 1.5 അടി ഗുണം ഇത്രയും ദൂരം വരുമ്പോഴത്തേന് ഏകദേശം 3 സെൻറ്റോളം നിൻ്റെ പോവുക. ഞാൻ പറഞ്ഞു പൊക്കോട്ടെണ്ണ, അങ്കിളെ പൊക്കോട്ടെ, പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. എന്നാലും അത് മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞു മണ്ടത്തരം ആദ്യമുള്ളവരെല്ലാവരും കൂടെ ചെയ്തതല്ലേ, നിങ്ങളടക്കം. ആ മണ്ടത്തരം അവിടെ ഇരുന്നോട്ടെ. ശങ്കരപ്പിള്ളയെങ്കിലും അച്ചാച്ചനും ഒക്കെ ചേർന്ന് ചെയ്യുന്ന മണ്ടത്തരം, അത് മണ്ടത്തരമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പുള്ളി അതങ്ങ് കുഴപ്പി. അപ്പോൾ എന്തായാലും ഇതാണ് സംഗതി.